ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അത് നോക്ക്. ഹലോ, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് റൈസൂത്തിലെ പോർട്ടിലാണ്. നല്ല രസമുണ്ട്. ഞങ്ങൾ വെറുതെ ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്ന അടുത്ത റെസിപ്പി എന്താണെന്നറിയും? ഒരു ബീച്ച് എഫക്റ്റ് ഒക്കെ ഇല്ലേ, അപ്പോൾ നല്ലൊരു ബിരിയാണി ആവാം അല്ലേ? അപ്പോൾ തലശ്ശേരി ദം ബിരിയാണി. പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ തലശ്ശേരിക്കാർ ചെയ്യുന്ന പെർഫെക്റ്റ് ഒരു റെസിപ്പി എനിക്ക് കിട്ടി. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കി. തലശ്ശേരി ദം ബിരിയാണി. ഇനി ഒരു തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ബാസ്മതി റൈസ് നല്ലപോലെ കഴുകി സോക്ക് ചെയ്ത് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ട് ഇതിൽ. അത്രയും ചിക്കൻ ഞാനിതിന് കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങ ഇവിടെ പിഴിഞ്ഞു കൊടുക്കാം. ഞാനതിപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഞാൻ അടുത്ത സ്റ്റെപ്പിൽ അത് ചെയ്യുന്നുണ്ട് മസാല ചെയ്യുമ്പോൾ, അതുകൊണ്ട്. പിന്നെ ഇത് കുറച്ച് കാഷ്നട്ട്, കിസ്മിസ്, അതുപോലെ സവാളയാണ്. നമുക്കിത് നെയ്യിൽ വഴറ്റി മാറ്റി വയ്ക്കാനുള്ളതാണ്. അവസാനം ഗാർണിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. ഇത് 1 വെളുത്തുള്ളി മൊത്തം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു അല്ലിയല്ല, 1 വെളുത്തുള്ളി മൊത്തം. പിന്നെ ഒരു 1.5 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയുണ്ട്, 2-3 പച്ചമുളകുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഇത്തിരി വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റാക്കി എടുക്കേണ്ടതാണ്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് പൊടികളാണ്. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. ഇത് ഒരു ചെറുനാരങ്ങയുണ്ട്. ഈ ചെറുനാരങ്ങ നമുക്കിതിടയ്ക്ക് പിഴിഞ്ഞ് ചേർക്കാൻ ആവശ്യം വരും. 2 വലിയ സവാളയാണ്, മീഡിയം സൈസ് ആണെങ്കിൽ 3 എടുത്തോളൂ. ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത്. പിന്നെ ഇതിൽ ഒരു മീഡിയം സൈസ് 2 തക്കാളിയുണ്ട്, ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അരി വേവിക്കുമ്പോൾ യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗരം മസാല ഐറ്റംസാണ്, ഹോൾ സ്പൈസസ് ആണ്. കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഉണ്ട്. 3 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പും ഉണ്ട്. 3-4 എടുത്താൽ മതി. ഇത് പൊടിഞ്ഞിരിക്കുന്നതുകൊണ്ട് കേട്ടോ ഞാൻ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നുന്നത്. ഇത് കറുവപ്പട്ട, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ളതാണ്. അത് ഞാൻ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിരിക്കുകയാണ്. 2 ബേ ലീവ്സ് വലുതാണെങ്കിൽ ചേർത്താൽ മതി. ഇത് പൊടിഞ്ഞിരിക്കുന്നതാണ്, ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ചേർക്കാതിരിക്കാം. അതുകൊണ്ട് അത് ഇൻഗ്രീഡിയൻസിൽ ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ നെയ്യ് യൂസ് ചെയ്യുന്നുണ്ട്, അതും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്തും ചെയ്യാം. അതുകൊണ്ട് ഇത് രണ്ടും ഞാനിവിടെ കാണിക്കുന്നില്ല. ഇനി നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. ഇത് ഞാൻ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. അതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിലും ചെയ്യാം. നമ്മുടെ നെയ്യ് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. തീ സിമ്മാക്കി വയ്ക്കുക. നമ്മുടെ ഹോൾ സ്പൈസസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. ഈ അരി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക.
ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതെ കിട്ടും റൈസ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് നെയ്യിൽ വഴറ്റുന്നത്. ഇനി ഇതിലേക്ക് 1 2 3 3.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ചെറുനാരങ്ങയുടെ പാതി അതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുക. ഇങ്ങനെ ചെയ്തിട്ട് വേവിക്കുകയാണെങ്കിൽ ഈ ചോറൊട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഒന്ന് തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞ് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടെ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യിൻ്റെ അളവ് ഒരുപാട് കൂടുന്നില്ല, ആവശ്യത്തിന് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടല്ലോ. ഇനി ഈ അരി തിളയ്ക്കട്ടെ. ഞാനിത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്. നമുക്കിനി വേറൊരു പാൻ എടുത്ത് വയ്ക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പം അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുക. തീ കുറച്ചിടണം, കരിഞ്ഞു പോകാതെ നോക്കണം. ഞാൻ നമ്മുടെ ആ ഉള്ളി എടുത്ത് വെച്ചില്ലേ വഴറ്റാൻ, അതവിടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കാഷ്നട്ടും കിസ്മിസും ഇങ്ങ് കോരി മാറ്റാൻ പോവാണ്. ഇനി ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറായി വരണം. നമ്മുടെ ഓണിയൻ നന്നായിട്ട് ബ്രൗൺ ആയി വന്നു തുടങ്ങി. ഇനി കരിയാൻ നിൽക്കണ്ട, നമുക്കിത് കോരി മാറ്റാം. കൊടുത്തു. നമ്മുടെ അരി അപ്പുറത്തെ അടുപ്പിൽ ഒരു 80% വെന്തിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമ്മുടെ ഫ്രൈങ് പാനിലേക്ക് കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കുക. ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒരുപാടൊന്നും ഫ്രൈ ആവണ്ട, എന്നാലും അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയി കിട്ടണം. അതിൻ്റെ അകത്ത് ആ ജലാംശം നിന്ന് കഴിഞ്ഞാൽ, ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണിയിലേക്ക് വെള്ളം ഇറങ്ങും. അതിനു മുമ്പ് നമുക്കിതൊന്ന് ഫസ്റ്റ് ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് കുറച്ച് നേരം വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 വട്ടം തിരിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അല്ലാതെ ഒരുപാട് മൊരിക്കാൻ നിൽക്കണ്ട. നമ്മുടെ ചിക്കൻ ഒരുവിധം 2-3 പ്രാവശ്യം ഞാൻ തിരിച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. നമുക്കതിന് കോരി മാറ്റാം. ആ എണ്ണയിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഓണിയൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ ഞാൻ ആ പച്ചമുളകും കൂടെ ചേർത്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം.
ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ തക്കാളി ചേർത്തിട്ടാണ് ഞാൻ പൊടികൾ ചേർക്കുന്നത്. തിരിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം ചേർത്ത് കൊടുക്കുക. നമ്മുടെ പൊടികളുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞ് അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് അത് സിമ്മാക്കി വെച്ച് കുക്ക് ചെയ്യുക. അടച്ച് വെച്ച് ഫ്ലെയിം സിമ്മാക്കിയിട്ട് കുക്ക് ചെയ്യുക. നമ്മുടെ മസാല കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 4-5 മിനിറ്റായി. അതൊന്നുകൂടെ ഇളക്കി ചേർത്തിട്ട് നമ്മുടെ ടൊമാറ്റോ ഒക്കെ ശരിക്കും സെറ്റായി വന്നു. ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർക്കാൻ പോവാണ്. ഫോർക്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ നാരങ്ങ കൂടെ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്തിട്ട് തൈര് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും ഈ തൈര് ചേർക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ നാരങ്ങ ചേർത്തും ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ മസാലയ്ക്കകത്ത് ഉപ്പ് ചേർത്തിരുന്നു, ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയി. പോരാത്തത് ഇപ്പം ചേർത്ത് കൊടുക്കണം. ചിക്കൻ്റെ അകത്ത് ഉപ്പുണ്ട്. ചിക്കൻ ചേർക്കുന്നതിന് മുമ്പ് ചേർത്തിരിക്കണം. ഞാനൊരു സ്റ്റെപ്പ് കാണിക്കാൻ വിട്ടുപോയിരുന്നു. നമ്മൾ പൊടികളൊക്കെ ചേർത്തില്ലേ, അതിന് ശേഷം ഉപ്പ് ചേർക്കണമായിരുന്നു. വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മുടെ ചിക്കനും ഹാഫ് ഫ്രൈഡാണ്. നമ്മുടെ മസാലയും വെന്തതാണ്. എന്നാലും ഒരു 2-3 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഗുഡ് ഗേൾ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ ശരിക്കും വെന്തു, ചിക്കനും വെന്തു. നമുക്കിതിന് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദം ചെയ്യാനുള്ള സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ റൈസ് മുഴുവനും കുക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി. ഇത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്, കിസ്മിസ്, ഓണിയൻ. ഇത് നമ്മുടെ മല്ലിയില. ഇത് നമ്മൾ ദം ചെയ്യാൻ എടുക്കുന്ന പാത്രം. ഇത് നമ്മുടെ ചിക്കൻ്റെ മസാല. ദം ചെയ്ത് തുടങ്ങാം. എനിക്കിവിടെ 2 ലെയറേ ഉണ്ടാവുള്ളൂ ദം ചെയ്യാനായിട്ട്. കൂടുതൽ ലെയറുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത ലെയറുകൾ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ബേസിൽ കുറച്ച് ചോറിട്ട് കൊടുക്കുക. ഞാൻ എടുത്തതിൻ്റെ പാതി ചോറിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ കയ്യിൽ അത്രയേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ ചോറ് നമുക്ക് താഴെ നിരത്താം. കണ്ടോ, നമ്മൾ നാരങ്ങയൊക്കെ ചേർത്ത് ചെയ്തതുകൊണ്ട് നമ്മുടെ ചോറ് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി അതിൻ്റെ മേലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ മസാലയും ചിക്കനും. ഞാനിത് മൊത്തം ഇതിലേക്ക് വെക്കുകയാണ്, കാരണം എനിക്ക് 2 ലെയറിനുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഓണിയനും കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്കി ചോറ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ലെയർ ഉണ്ടോ അതനുസരിച്ച് ഇതുപോലത്തെ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക.
ഇതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള കാഷ്നട്ടും കിസ്മിസും വറുത്ത് വെച്ചിരിക്കുന്ന ഓണിയനും ഒക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നില്ലേ, അതും ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ദം ചെയ്യാം. ഞാനിവിടെ എൻ്റെ ഒരു പഴയ ദോശപ്പാൻ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ദം ചെയ്യാനുള്ള പോട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ ദം ചെയ്യണം. ഇത് 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. കാരണം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ദം ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബിരിയാണി പിന്നെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഈ ദം ചെയ്ത സമയത്ത് ഓരോ ലെയറിലും കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാനത് ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് പറയാൻ വിട്ടത്. അതുപോലെ ഇത് ദം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നനഞ്ഞ ടവൽ വേണമെങ്കിൽ കെട്ടി, ഈ എയർ ടൈറ്റ് അല്ലാത്ത ഒരു ഇതിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കൊരു ടവൽ കെട്ടിക്കൊടുത്ത് ചെയ്യാം. അടയ്ക്കാൻ നേരത്ത് നല്ല ഒരു കിച്ചൺ ടവൽ നനച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വേണം അടപ്പ് വയ്ക്കാൻ. ഇങ്ങനെ വേണം അടച്ചു വയ്ക്കാനായിട്ട്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ അടപ്പിലേക്ക് ചൂടൊക്കെ നന്നായിട്ട് വന്നു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട സാലഡിനൊപ്പമോ കറിക്കൊപ്പമോ ഒക്കെ കഴിക്കാം. ട്രൈ ചെയ്യണം. താങ്ക് യു.